ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പോട്ട് മിക്സ് ഉണ്ടാക്കുന്ന കാണാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 20 കിലോയോളം വരുന്ന മണ്ണെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടി ഇത് ലൈം സോഡയാണ്. ഈ ലൈം സോഡ ഒരു 5 കിലോയ്ക്ക് ഒരു 30 ഗ്രാം എന്നുള്ള കണക്കിൽ ഒരു ഒരു ടീസ്പൂൺ ഫോർ 5 കിലോ, അതായത് ഞാൻ 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇത് നീം കേക്ക് പൗഡറാണ്. നീം കേക്ക് പൗഡർ ഒരു ഒരു കപ്പ് ഒരു 10 കിലോയ്ക്ക് ഇടാം. അതായത് ഞാൻ 2 കപ്പോളം വരുന്ന നീം കേക്ക് പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ബോൺ മീലാണ്. ബോൺ മീൽ എന്ന് പറഞ്ഞാൽ എല്ലുപൊടി. എല്ലുപൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ 5 കിലോയ്ക്ക് വെച്ചിടാം. അത്ര ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിതിനകത്ത് ചാണകപ്പൊടി ഓൾറെഡി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചാണകപ്പൊടിയും കൂടെ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇനി വേറെ ഒന്നും ചേർക്കണ്ട. എൻ്റെ കയ്യിലാണെങ്കിൽ ഇതില്ല, ചകിരിച്ചോറില്ല. ചകിരിച്ചോറിന് പകരം ഞാൻ കുറച്ച് ചപ്പും കാടുമാണ് ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ കരിയിലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇടാം. അപ്പോൾ അത് അതിൻ്റെ ഏറ്റവും അടിയിൽ നിറച്ചു. അതിനുശേഷം ഈ മിക്സ് ആക്കിയിട്ടുള്ളതിൻ്റെ കട്ടയൊക്കെ പൊട്ടിച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സോഡ ലൈം ഇടുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിനകത്ത് കൂടുതൽ അസിഡിറ്റി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് സോഡ ലൈം ചേർക്കുന്നത്. പിന്നെ നീം കേക്ക് പൗഡർ ഇടുന്നത് നമ്മുടെ മറ്റു പുഴുക്കളൊക്കെ മണ്ണിനകത്ത് മുട്ടയിട്ട് അത് പിന്നെ അത് ചെടികളെയൊക്കെ നശിപ്പിക്കുന്ന പുഴുക്കളെയൊക്കെ കൊന്നുകളയാൻ വേണ്ടി നല്ലതാണ്. ഒരു ഗ്രോ ബാഗാണ് എനിക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നത്. അത് ഞാൻ ഉണ്ടാക്കി. ഒരു 3/4 ആണ് നിറയ്ക്കുന്നത് ഗ്രോ ബാഗിൻ്റെ. ഒരു 12 ഇഞ്ചസ് വരുന്ന ഗ്രോ ബാഗ് എൻ്റെ കയ്യിലുള്ളത്. അതിൻ്റെ 3/4 ഞാൻ നിറയ്ക്കും. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ നിറച്ച് വെച്ചിരുന്ന അതിനകത്തൊക്കെ പ്ലാന്റ്സ് ഉള്ള ഗ്രോ ബാഗുകളിൽ വീണ്ടും ഇട്ട് കൊടുക്കാനുള്ള ടൈമായി. അതുകൊണ്ട് ഇതെല്ലാം മിക്സ് ചെയ്ത പൗഡർ വീണ്ടും ഞാൻ അതിനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മാസത്തിൽ ഒരിക്കലാണ് ഇത് റിപ്പീറ്റ് ചെയ്യാറുള്ളത്.